ബഹുമാനപ്പെട്ട ശ്രീമാൻ സുഭാഷ് കൃഷ്ണൻ അവരുകളെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് നേതൃത്വ ഗുണം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. കാരണം നിങ്ങൾക്ക് വേണ്ടി ലീഡേഴ്സിന് കുറച്ച് കസേരകൾ മുമ്പിൽ കാലിയുണ്ട്. അതുകൊണ്ട് പിന്തിരിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല, അതൊന്ന് ഫില്ല് ചെയ്താൽ വളരെ ഭംഗിയായി. എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു സ്റ്റെപ്പ് മുമ്പിൽ വെച്ച് നേതൃത്വം കാണിക്കാൻ അവസരമുണ്ട്. എല്ലാവരും പ്രയോജനപ്പെടുത്തുക. വെരി ഗുഡ്. ഹലോ ഹലോ, തുടങ്ങാം. നമ്മളെല്ലാം ന്യൂജൻ ആണ്. പുതുതലമുറയിൽ നമ്മൾ വളരെ ആസ്വദിച്ച് ആനന്ദിച്ച് ജീവിക്കുകയാണ്. അതുകൊണ്ടൊരു കഥ പറഞ്ഞു തുടങ്ങാം. ഒരിക്കൽ ഒരു രാജാവ് പ്രജാക്ഷേമത്തിനായി വേഷപ്രച്ഛന്നനായി നാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു വൃദ്ധൻ ഒരു മാവിൻ്റെ തൈ നടുന്നത് കണ്ടു. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിനെല്ലാം നമ്മളെല്ലാവരും വൃക്ഷത്തൈകൾ നടും, സെൽഫി എടുക്കും, എല്ലാ സോഷ്യൽ മീഡിയയിൽ വരും. പാവത്തിന് സെൽഫി എടുക്കാൻ മൊബൈൽ ഉണ്ടായിരുന്നില്ല, എങ്കിലും ഒരു മാവ് നട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ട ഈ വേഷപ്രച്ഛന്നനായ രാജാവ് ചോദിച്ചു, അല്ലേ വൃദ്ധ, എന്തിനാണ് ഇപ്പോൾ ഈ മാവ് നടുന്നത്? ഈ മാവ് വളർന്ന് വലുതായി അതിൽ മാങ്ങ ഉണ്ടാകുമ്പോഴേക്കും നിങ്ങൾക്ക് ആയുസ്സുണ്ടാകുമെന്ന് ഉറപ്പുണ്ടോ? ഇത് കേട്ട് ഈ വൃദ്ധൻ ഒന്ന് ഇരുത്തി നോക്കി. ഇത് രാജാവാണെന്ന് അറിയുന്നില്ല എങ്കിലും. എന്നിട്ട് മറുപടി പറഞ്ഞു, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഒത്തിരി മാമ്പഴം കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ കൂട്ടുകൂടി മാവിൽ കയറിയിട്ടുണ്ട്, ആനന്ദിച്ചിട്ടുണ്ട്, ഊഞ്ഞാല് കെട്ടി ആടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾ വെച്ച മാവിൽ നിന്നായിരുന്നില്ല. ഭാവിക്ക് വേണ്ടിയുള്ള ഒരു കരുതൽ, അത് എത്ര വർഷം കഴിഞ്ഞാലും തുടരുന്ന ഒരു ആത്മപ്രക്രിയയാണ്. അതിൻ്റെ തെളിവാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും. ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ കുരുന്നു വിദ്യാർത്ഥികളുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള പ്രയാണത്തിൽ എന്തൊക്കെ മുതൽക്കൂട്ടാകും അതെല്ലാം സ്വരൂപിക്കാൻ, അതിനെ ഒന്ന് ആത്മഹർഷത്തോടു കൂടി സ്വീകരിക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെല്ലാവരും ന്യൂ ജനറേഷനാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറല്ല. ന്യൂജൻ എന്നാൽ ന്യൂജൻ തന്നെ. ആദ്യം തന്നെ നമുക്കൊരു പരീക്ഷ നടത്തുക, സഹകരിക്കണം. വലിയ പരീക്ഷകൾ കഴിഞ്ഞ് A+ അല്പം തൊട്ട് പിന്നിലും പാസ്സായിട്ടും വന്ന് നിൽക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ ഈ പരീക്ഷ ഒന്നുമല്ല എന്ന് എനിക്കറിയാം, എങ്കിലും ചെറിയൊരു പരീക്ഷ. ക്വാളിറ്റി ഓഫ് ന്യൂജൻ. നമ്മൾക്കെല്ലാം ഒരു ഗുണങ്ങളുണ്ട്, ആ ഗുണത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ, പണ്ട് കള്ളിയങ്കാട്ട് നീലിയായിരുന്നു ചുണ്ണാമ്പ് തേക്കുന്നത്, ഇന്ന് ന്യൂജനാണ് ചുണ്ണാമ്പ് തേക്കുന്നത്. ആധാറുമായി ബന്ധപ്പെടുത്തി നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ പോയാൽ പെരുവിരലാണ് വെക്കുന്നത്. കാരണം ചൂണ്ടുവിരൽ വെച്ചാൽ അതിനകത്ത് രേഖകൾ ഉണ്ടാവണമെന്ന് ഉറപ്പില്ല. കാരണം തേച്ച് മുഴുവൻ തീർന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള നമുക്ക് എത്രത്തോളം പുരോഗതി ഉണ്ടോ എന്നുള്ള പരീക്ഷയാണ്. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് 10 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. ഐ ഹാവ് മൈ ഇമെയിൽ ID. മനസ്സിൽ കണക്ക് കൂട്ടുക. 10 മാർക്ക്. ഉണ്ടോ ഇല്ലയോ ഇപ്പോൾ പറയണ്ട, അവസാനം കണക്ക് കൂട്ടി പറഞ്ഞാൽ മതി. രണ്ടാമത്തെ ചോദ്യം, ഐ ഹാവ് മൈ സോഷ്യൽ മീഡിയ. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ്, അങ്ങനെ എണ്ണിയാൽ 24 എണ്ണമുണ്ട്. നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. എന്താ സംഭവം എന്നൊന്നും അറിയില്ല, എങ്കിലും നമ്മുടെ കയ്യിലുണ്ട്. അതിന് എത്ര മാർക്ക്? 20 മാർക്ക്. അടുത്ത കുറച്ച് കൂടുതൽ മാർക്കുള്ള ചോദ്യമാണ്, ഐ ഹാവ് 1000 ഫോളോവേഴ്സ്. നടക്കില്ല ബാല. നമ്മളിട്ട കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി എത്രയുണ്ടെന്ന് നമുക്ക് തന്നെ പരീക്ഷിക്കാം. യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും. അതിനതുകൊണ്ട് 30 മാർക്ക്.
ഒന്നുമില്ലെങ്കിലും 3 മാർക്ക് എൻ്റെ വക ഫ്രീ. കാരണം 0 പാടില്ല, നമ്മളുടെ സംപൂജ്യരാകണം, പക്ഷെ 0 മേടിച്ചല്ല. അതുകൊണ്ട് മറ്റൊന്ന്, ഐ ക്യാൻ ഡു ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടാവും. എനിക്കത് മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് പങ്കെടുപ്പിച്ച ഒരു മീറ്റിംഗ് നടത്താൻ സാധിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ക്യാൻ ഡു ഓൺലൈൻ പേയ്മെൻറ്റ്. എല്ലാത്തിൻ്റെയും നെറ്റ് എഫക്റ്റ് എവിടെ വരണം? നമ്മുടെ വാലറ്റിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു ശബ്ദം വരും അല്ലേ? മെസ്സേജ്, പല മെസ്സേജിനും പല ശബ്ദമാണെങ്കിലും പൈസ വന്ന് വീഴുമ്പോൾ ഒരു പ്രത്യേക കുളിർമയുള്ള ശബ്ദം അത് വരണം. അതിന് നമുക്ക് ഈ അക്കൗണ്ട് വേണം. ഉണ്ടോ ഇല്ലയോ? അപ്പോൾ ടോട്ടൽ മാർക്ക് സാറ്റലൈറ്റ് സർവലൻസിൽ നിന്നുകൊണ്ട് പരീക്ഷാ ഫലം നമുക്ക് കാണാൻ പോവുകയാണ്. പച്ചയായ സത്യം, പച്ചയായ രീതിയിൽ കൂലങ്കഷമായ ചർച്ചയിൽ 100-ൽ എത്ര മാർക്ക് കിട്ടി? 80 മാർക്കിൽ കൂടുതൽ അല്ലെങ്കിൽ 100-100 കിട്ടിയവർ കൈ ഉയർത്തു. എല്ലാവർക്കും ഒരു കൈയടി കൊടുക്കാം. കയ്യടി പോരാ, കുറച്ച് കുശുമ്പുണ്ടതിൽ. വെരി ഗുഡ്, വെരി ഗുഡ്. 40 മാർക്കിൽ എല്ലാവരും പാസ്സായി. ഓക്കെ, നമുക്കിനി നേരെ പഴമയിലേക്കും. കാളവണ്ടി യുഗം. രാവിലെ ഉണരുമ്പോൾ പശുവിനെയും കാളയും പോത്തിനെയും അഴിച്ചു വിട്ടുകൊണ്ട് പ്രകൃതിയെ നോക്കി എത്ര ഉല്ലാസത്തോടു കൂടി പോകുന്ന ഒരു കാഴ്ച. ആ കാളവണ്ടി യുഗത്തിൽ കുറച്ച് വിറപ്പിൻ്റെ അസുഖമില്ലാത്ത കുറേ ആളുകൾ ഉണ്ടായിരുന്നു. പാരമ്പര്യം അന്യം നിന്നു പോകാതെ ഇന്നും ചില വംശനാശം ഭവിക്കാത്ത ആളുകളുള്ളത് കൊണ്ട് നമുക്ക് അന്നമായും എല്ലാം കിട്ടി. ഇതാണ് നമ്മൾ കഴിക്കുന്ന നെല്ലിൻ്റെ മരം. നെല്ലുണ്ടാവുന്ന മരത്തിലല്ലേ? അല്ലേ? ഈ മരം കണ്ടവരൊന്ന് കൈവർത്തിക്കും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞാറ് എന്ന് പറയുന്ന നെൽച്ചെടി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ മരം എന്ന് പറഞ്ഞാലും വിശ്വസിക്കണം ബാക്കിയുള്ളവർ, വേണ്ടേ? അതുകൊണ്ടാണ് ഞാൻ മരം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ഉള്ള ഒരു പ്രാകൃതമായ ലോകം. അങ്ങനെ നോക്കിയാൽ നമുക്ക് കൊതി തോന്നുന്ന വിളവുള്ള കർഷകരുണ്ടായിരുന്ന ഒരു ലോകം. ഇന്ന് നമ്മുടെ വീട്ടിൽ തെങ്ങുണ്ടാവും, നാണമില്ലാതെ 2 തേങ്ങ കഷ്ടപ്പെട്ടുണ്ടായിട്ടുണ്ടാവും അല്ലേ? ഒരു കുലധർമ്മം അനുഷ്ഠിച്ച് 2 തേങ്ങയിൽ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. നമുക്ക് AC ഇല്ല, ചൂടില്ല, വെയിലില്ല, ടോട്ടൽ സറൗണ്ടിങ് സിസ്റ്റമുള്ള നല്ല ഒന്നാന്തരം വീട്. മഴ പെയ്താൽ അറിയാം, വെയിൽ ഉദിച്ചാൽ അറിയാം, ഇടിവെട്ടിയാൽ ഒച്ച കേൾക്കാം. എത്ര സുഖമുള്ളൊരു കാലാവസ്ഥ അല്ലേ? അങ്ങനെയുള്ള ആ പഴമയിൽ നിന്ന് നമുക്ക് ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ ടെക്നോളജിസ്റ്റ് ആരാണ്? ഉറക്കെ പറയൂ, ഉറക്കെ. അബ്ദുൽ കലാം. അദ്ദേഹം ഈ പഴമയിൽ നിന്ന് ജീവിച്ച് ഇന്ന് 2024 ആയപ്പോൾ ഇന്ന് ലോകത്ത് എന്തെങ്കിലും കണ്ടുപിടുത്തം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായേനെ. ശരിയല്ലേ? അങ്ങനെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് സൂപ്പർ മോസ്റ്റ് ടെക്നോളജിസ്റ്റ് ന്യൂജൻ. ആ കാലാവസ്ഥയിലേക്ക് നമുക്ക് പോകാം. കുട്ടികളുടെ ഇടയിൽ വളരെ ഉത്സാഹത്തോടു കൂടി ജീവിച്ചിരുന്നൊരു മനുഷ്യൻ. അദ്ദേഹം ലോക നേതാക്കന്മാരെ മുഴുവൻ വെറുതെ കലിങ്കലിരുന്ന് സൊറ പറയുന്ന ലാഘവത്തോടു കൂടിയിട്ട് വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല വേണ്ടത്. വെറുതെ സൊറ പറഞ്ഞ് ചിരിക്കാൻ ഹൃദയത്തെ വിശാലമാക്കിയ 850 കോടി ജനങ്ങളുള്ള ഈ ഭൂമിയെ ഒന്നാക്കി തീർക്കാൻ ഇറങ്ങി പുറപ്പെട്ട മനുഷ്യനാണ്. ആം ഐ കറക്റ്റ്? ഓക്കെ. അങ്ങനെയുള്ള അബ്ദുൽ കലാമിൻ്റെ ജീവിതം 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രാവിലെ കണ്ട കാഴ്ചകൾ ഓർത്ത് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും സുഖമുള്ള കാര്യം എന്താണ്? നല്ല മഴയും വെയിലൊക്കെ ഇതൊക്കെ ആണെങ്കിൽ ഉറങ്ങുക, സ്വപ്നം കാണുക. അതിൽ ആകെയുള്ള സ്കൂളിൽ പോകുന്ന പ്രതീക്ഷ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്ന പൊതിച്ചോറ്, അതിനാണ് എല്ലാവരും നമ്മൾ സന്തോഷത്തിൽ പോകുന്നത്. അങ്ങനെ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുമ്പോൾ ടീച്ചർ ചോദിച്ചു, എന്താണ് കലാം? പറഞ്ഞു, ഒരു വിമാനം പറന്നു പോകുന്നത് കണ്ട് അതങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ആലോചിച്ചാൽ ഈ ആലോചന മാത്രമേ ഉണ്ടാവുകയുള്ളൂ, നന്നായി പഠിച്ചാൽ വിമാനത്തിൽ കയറി പോകാം. ടീച്ചർ പറഞ്ഞത് വേദവാക്യമാണ്. ഇന്നും നമ്മളെ സംബന്ധിച്ച് അധ്യാപകർ പറഞ്ഞാൽ അധ്യാപകർക്ക് തെറ്റുപറ്റില്ല. കാരണം സംസ്കാര സമ്പന്നതയുള്ള ഒരു സമൂഹത്തിൽ നമ്മളെ നയിക്കാൻ ഗുരുക്കന്മാരുണ്ടാകും.
ആ ഗുരുക്കന്മാരുടെ വാക്കുകൾ കേട്ട് അബ്ദുൽ കലാം പഠിച്ചു. അങ്ങനെ സ്കോളർഷിപ്പ് കിട്ടി, വിമാനത്തിൽ പറന്ന് പോകുന്നു. അപ്പോൾ അടുത്ത ആഗ്രഹം എന്താ? അത് എനിക്കിതൊന്ന് ഓടിക്കണം. നമുക്ക് വളരെ കൗതുകമുണ്ട് ചില വണ്ടിയിലേക്ക് കയറാൻ. ആ വണ്ടി കയറി കഴിയുമ്പോൾ ചേട്ടാ ഒന്ന് മാറിക്കോ, ഞാൻ ഓടിക്കട്ടെ എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ അവസ്ഥ. അതുപോലെ കലാം പറഞ്ഞു എനിക്കിതൊന്ന് ഓടിക്കണം. അങ്ങനെ ആ ആഗ്രഹം സ്വന്തമായിട്ട് വിമാനം അങ്ങനെ ഓടിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ അടുത്തൊരാഗ്രഹം വന്നു, അത് കടുപ്പമാണ്. എനിക്ക് ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടാക്കണം. നമുക്ക് കാറ് കാണുമ്പോൾ ഉണ്ടാക്കണം എന്ന് തോന്നുന്നു. എന്ത് ചെയ്യും? വീട്ടിൽ ചെന്നാൽ 4 ചെരുപ്പിൻ്റെ കാര്യം സ്വാഹ. അത് വെട്ടി തുണ്ടമാക്കി അറഞ്ഞം പുറഞ്ഞം മുറിച്ച് അല്ലേ, ചക്രമുണ്ടാക്കി ഹോണടിച്ച്. ഇപ്പം നമുക്കതിന് സൗകര്യം കുറവാണ്. ഇവിടെയൊക്കെ നാട്ടിൻ പ്രദേശത്ത് ചീറിപ്പാഞ്ഞ് നമുക്ക് പോകാമായിരുന്നു. അങ്ങനെ നമ്മൾ നിർവൃതിയോടുകൂടി കിടന്നുറങ്ങുമായിരുന്നു. പക്ഷെ അബ്ദുൽ കലാം ഇത് തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വിക്രം സാരാഭായിയുടെ ശിഷ്യനായി തീർന്ന് അദ്ദേഹം സ്വന്തമായി വിമാനം ഉണ്ടാക്കി. അങ്ങനെ അത് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് അടുത്ത ആഗ്രഹം വന്നു, ഇതിന് വേഗത പോരാ. അങ്ങനെ ഇന്ന് കാണുന്ന, ലോകം കാണുന്ന ഏറ്റവും വലിയ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു പദവിയിലേക്ക് നമ്മുടെ മനസ്സിനെ ആകർഷിച്ച അബ്ദുൽ കലാം നമ്മളെ സുന്ദരമായ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. എന്താണ് ഡ്രീം? ഡെഫിനിഷൻ ഓഫ് ഡ്രീം എന്താണ്? ഉറക്കത്തിൽ നമ്മൾ കാണുന്നതല്ല, നമ്മളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം. അങ്ങനെ തന്നെയാണോ? ഉറപ്പാണോ? നമ്മളുടെ എല്ലാ സ്വപ്നം അങ്ങനെയാണോ? ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാർഗത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയോ? നമ്മൾ തുടങ്ങിയില്ലേ? ശൂന്യതയിൽ നിന്ന് ലോകത്തെ കീഴടക്കിയ അബ്ദുൽ കലാം ഇന്ന് ഇന്ത്യ എന്ന മഹാരാജ്യം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ലോകം മുഴുവൻ നമ്മുടെ ആയുധങ്ങൾ എത്തി നിൽക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും നമ്മൾ ഒരു രാജ്യത്തെ കടന്നാക്രമിച്ചിട്ടില്ല. ഏതെങ്കിലും ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടോ? പക്ഷേ ഇങ്ങോട്ട് വന്ന ഒരു ശത്രുവിനെ പോലും വിടമാട്ടെ, അല്ലേ? ഞാൻ ഉന്നെ വിടമാട്ടെ. അതാണ് ഇന്ത്യയുടെ ചരിത്രം. അത് ആവർത്തിക്കാൻ ഈ ന്യൂ ജനറേഷന്, നമ്മളെപ്പോലുള്ളവർക്ക് അഹങ്കാരം, ഇന്ത്യ എന്ന അഹങ്കാരമുണ്ടാകാൻ ഋഷിയായി ജീവിച്ച അബ്ദുൽ കലാം. നമ്മളുടെ എല്ലാം ശക്തി ആന്തരികമാണ്, ബാഹ്യമാണ്. ബാഹ്യമായ പല ശക്തികളും നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ, A+കൾ, വിജയങ്ങളെല്ലാം. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായി തീരണം എന്ന ഒരു തീരുമാനം അത് ഉണ്ടാകുന്നതനുസരിച്ച് നമ്മളുടെ ഉള്ളിലെ ശക്തിയും ഉറവെടുക്കാൻ തുടങ്ങും. ഒരു സ്വപ്നത്തിൽ നിന്ന്, 6ാം ക്ലാസ്സുകാരൻ്റെ സ്വപ്നത്തിൽ നിന്ന് APJ അബ്ദുൽ കലാം ആക്കി ഉയർത്തിയത്, ആ പവർ ഇന്ന് നമുക്ക് ഉപയോഗിക്കണം. എന്തിനാണ്? ചലഞ്ച്. നമ്മുടെ മുമ്പിലുള്ള ചലഞ്ച് എന്താണ്? മഴയാണോ? അഡ്മിഷൻ കിട്ടാത്തതാണോ? ശത്രുക്കളാണോ? അക്കൗണ്ടിൽ കാശില്ലാത്തതാണോ? എന്താണ്? ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തായി തീരണം? അള്ളാ പെട്ട്, അല്ലേ? എന്തൊരു ചോദ്യമാണ് കോയ! ഇതല്ലേ നമ്മുടെ ഉത്തരം? നമുക്ക് പറയാനുണ്ടോ? +2കാരനോട് ചോദിച്ചാൽ പറയാനുണ്ടോ? ഡിഗ്രിക്കാരനോട് ചോദിച്ചാൽ പറയാനുണ്ടോ? മരിക്കുന്നതിന് മുമ്പ് ചോദിച്ചാലും നമുക്കൊന്നും പറയാനില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ ടാർഗറ്റ്, ചലഞ്ച് എന്താണ്? നമ്മളുടെ ലക്ഷ്യം തീരുമാനിക്കാൻ നമുക്ക് സാധിക്കാത്തതാണ് നമ്മുടെ ചലഞ്ച്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയ കഴിവുകളെ നമ്മളെങ്ങനെ പ്രയോജനപ്പെടുത്തും? നമ്മുടെ ചിന്തകൾ, നമ്മുടെ ജീവിതശൈലികൾ എല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഒരു തോക്ക് കിട്ടിയാൽ വെടിവെച്ച് കൊല്ലാം. എങ്ങനെ കൊല്ലും? ഉണ്ടയും കിട്ടിയാൽ കൈകൊണ്ടെറിഞ്ഞാൽ രജനീകാന്തൊന്നുമല്ല. എതിരെ വന്ന വെടിയുണ്ട പിടിച്ച് ബീഡി കത്തിക്കുന്നത് രജനീകാന്തിനാക്കേ പറ്റുള്ളൂ സിനിമയിൽ. ജീവിതത്തിൽ വന്നാൽ പറ്റില്ല. പക്ഷേ എറിയാനും പറ്റില്ല. എന്ത് ചെയ്യാം? നേരെ മറിച്ചൊരു തോക്കുണ്ടെങ്കിൽ ചെറിയൊരു ചലനം മതി, ചെറുവിരലിൻ്റെ പോലും ചലനം മതി. പ്രതീക്ഷിച്ചതിലും വലിയ ലക്ഷ്യത്തിലെത്തിക്കാൻ പറ്റും. അങ്ങനെയുള്ള ലക്ഷ്യം നേടാൻ, നമ്മുടെ ആന്തരികവും ബാഹ്യവുമായ ശക്തികളെ ഉയർത്താൻ ഇങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ